Hi everyone, welcome to Central Government Job Notification Channel. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ എയർപോർട്ട് അതോറിറ്റി റിക്രൂട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട് 2024. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. മുംബൈ ഉൾപ്പെടെ 82 എയർപോർട്ടുകളിലേക്കുള്ള വേക്കൻസീസ് അവർ വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളൈറ്റ്സിന് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു എക്സാം ഒന്നും ഇല്ലാതെ വാക്ക് ഇൻ ഇന്റർവ്യൂ ചെയ്താണ് ജോലിക്ക് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. അതായത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഈ ഓരോ പോസ്റ്റിനും അവർ പറയുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ചിലതിന് ഇപ്പോൾ ചില പോസ്റ്റുകൾക്ക് ഹെവി ലൈസൻസ് വേണം, ഹെവി വെഹിക്കിൾ ലൈസൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കാണും. അല്ലാതെ ലോഡിങ് അങ്ങനെ ചെയ്യുന്ന ജോബ് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ നിങ്ങളുടെ ഓട്ടോം ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ, അത് വലിയ ടെസ്റ്റ് ഒന്നുമല്ല, ഹാർഡ് ടെസ്റ്റ് ഒന്നുമല്ല, ചെറിയ ടെസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ആകെ ഉള്ളത്. ഇൻ്റർവ്യൂ ചെയ്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഡയറക്റ്റ്ലി എടുക്കുകയാണ്, അപ്പോയിന്റ് ചെയ്യുകയാണ്. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കുക, തേർഡ് പാർട്ടി ഏജൻസീസോ കമ്പനീസോ ഒന്നും തന്നെ ഇതിനകത്ത് ഇടപെടുന്നതല്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. എയർപോർട്ട് അതോറിറ്റി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്ത് നിങ്ങളെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പം കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 9/20/2024 സെപ്റ്റംബർ 20-നാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കൂടി പ്രൊവൈഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് റാം സർവീസ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഏജന്റ് കം ഡ്രൈവർ, അതുപോലെ ഹാൻഡി മാൻ ആൻഡ് ഹാൻഡി വുമൺ ആണ്. അതായത് റാം സർവീസ് എക്സിക്യൂട്ടീവ് അതുപോലെ യൂട്ടിലിറ്റി ഏജന്റ് കം ഡ്രൈവർ എന്നൊക്കെ പറയുന്നത് അവിടുത്തെ മറ്റേ എയർപോർട്ടിനകത്തുള്ള എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരണം. അതിൻ്റെ എക്സിക്യൂട്ടീവ് പോസ്റ്റാണ് ഒരെണ്ണം. അതുപോലെ തന്നെ അതിൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഡ്രൈവർ പോസ്റ്റ് ഒരെണ്ണം ഉണ്ട്. അതുപോലെ ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മാൻ ഉണ്ട്. അതായത് ലോഡിങ് അങ്ങനെയുള്ള ജോലികളൊക്കെ, ഗാഡ്ജറ്റ്സ് ഒക്കെ ലോഡ് ചെയ്യുകയും അൺലോഡ് ചെയ്യുകയും ചെയ്യുന്ന ജോബൊക്കെ വരുന്നതാണ് ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മാൻ ജോബ് എന്ന് പറയുന്നത്. ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മാൻ ജോബ് എന്ന് പറയുമ്പോഴത്തേക്കും 201 വേക്കൻസീസ് ഉണ്ട്. അതുപോലെ റാം സർവീസ് എക്സിക്യൂട്ടീവ്, അതെല്ലാം നോക്കി നടത്തുന്ന ആ ഒരു എക്സിക്യൂട്ടീവ് ഡ്യൂട്ടിയാണ് വരുന്ന പോസ്റ്റ് 3 വിളിച്ചിട്ടുണ്ട്. അതുപോലെ യൂട്ടിലിറ്റി ഏജൻസ് കം ഡ്രൈവർ എന്ന് പറയുന്നത് 4 പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാൻഡി മാൻ ആൻഡ് ഹാൻഡി വുമണിന് 201 പോസ്റ്റുകളാണ് വിളിച്ചിട്ടുള്ളത്. അത്ര നിങ്ങൾ ലോഡിങ് ആൻഡ് അൺലോഡിങ് ആണ് എന്ന് കരുതി അതിനെ ലോ ആക്കി കളയരുത്. നല്ല സാലറിയോട് കൂടിയുള്ള ജോബാണ്, അത്യാവശ്യം നല്ലൊരു ജോബ് തന്നെയാണ് ഹാൻഡി മാൻ ആൻഡ് ഹാൻഡി വുമൺ എന്ന് പറയുന്ന ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എയർപോർട്ടിലൊക്കെ പോയിട്ടുള്ളവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ജോലി റിക്രൂട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള എയർപോർട്ട് അതോറിറ്റി ഡയറക്റ്റ് ആയിട്ട് റിക്രൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ പറയാനുള്ളത് നമുക്ക് ആദ്യം അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞു നോക്കാം. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് കോൺട്രാക്ട് ബേസ്ഡ് ജോബാണ്, നിങ്ങൾ പെർമനൻറ്റ് ജോബ് അല്ല, ഇത് കോൺട്രാക്ട് ബേസ്ഡ് ആണ്. 3 years ആണ് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. 3 years നിങ്ങൾ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്തു, നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണെങ്കിൽ അവർ പെർമനൻ്റ് ആക്കുന്നതായിരിക്കും. അങ്ങനെയാണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. നിങ്ങളുടെ പെർഫോമൻസ് ഓക്കെ ആണ്, നിങ്ങളൊരു നീഡാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പെർമനൻ്റ് ആക്കുന്നതായിരിക്കും. 3 years കോൺട്രാക്ട് ബേസിസിലായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇനി നോക്കുവാണെങ്കിൽ റാം സർവീസ് എക്സിക്യൂട്ടീവ്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാം. 3 years ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഒന്നുകിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ്, അതുപോലെ ഓട്ടോമൊബൈൽ റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വേണം, ഇങ്ങനൊരു 3 year ഡിപ്ലോമ വേണം. ഡിപ്ലോമ കോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ITI പഠിച്ചവർക്ക് NCVT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഓട്ടോ ഇലക്ട്രിക്കൽ, എയർ കണ്ടീഷണറിങ്, ഡീസൽ മെക്കാനിക്ക്, അതുപോലെ ബെഞ്ച് ഫിറ്റർ, വെൽഡർ തുടങ്ങിയ കോഴ്സസിൽ നിങ്ങൾക്ക് NCTVT സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ ITIയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആഫ്റ്റർ പാസിങ് SSLC കേട്ടോ, SSLC പാസ്സായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസും അവരുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ഒരു ടൈമിൽ ട്രേഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഈ ഒരു ലൈസൻസ് കൂടി ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതുപോലെ സാലറി പറയുകയാണെങ്കിൽ 25K അടുപ്പിച്ച് നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുന്നതാണ് റാം സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ബേസിക് സാലറി ആണ് 24,960 എന്ന് പറയുന്നത് ബേസിക് സാലറി ആണ്. അതുപോലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്
28 വയസ്സാണ് കേട്ടോ, 28 വയസ്സാണ് ഏജ് ലിമിറ്റ്. ആൻഡ് OBC കാറ്റഗറി ഉള്ളവർക്ക് 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ SC/ST കാറ്റഗറി ഉള്ളവർക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സർവീസ് ചെയ്തവർക്കും ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതുപോലെ ഇനി അടുത്തൊരു പോസ്റ്റാണ് യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ എന്ന് പറയുന്ന പോസ്റ്റ്. അതിൽ നിങ്ങൾക്ക് 10th പാസ്സായാൽ മതി. ഓക്കെ, SSLC 10th പാസ്സായാൽ മാത്രം മതി. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ഉണ്ടായിരിക്കണം ട്രേഡ് ടെസ്റ്റിന് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് നിങ്ങളുടെ 10th പാസ്സായാൽ മാത്രം മതി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് എക്സാം എഴുതാതെ വാക്കിൻ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ സാലറി നോക്കുവാണെങ്കിൽ 21,270 ആണ് സാലറി അവർ പറയുന്നത്. 22 നിങ്ങളുടെ ബേസിക് സാലറി ആണ് 21,270 എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ നോക്കുവാണെങ്കിൽ ഹാൻഡിമാൻ ആൻഡ് ഹാൻഡി വുമണും അതുപോലെ 10th പാസ്സായാൽ മാത്രം മതി. ഈ 2 ജോബിനും 10th പാസ്സായാൽ മാത്രം മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവണം. ജസ്റ്റ് അത്യാവശ്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം. ഇംഗ്ലീഷ് കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു ഇതും വായിക്കാനും പറ്റണം. അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ലോക്കൽ ലാംഗ്വേജിൻ്റെ നോളജ് വേണം നിങ്ങൾക്ക്. മലയാളം, അതായത് കേരളക്കാർക്ക് മാത്രമേ ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. മലയാളം അറിയാവുന്നവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഹിന്ദി ലാംഗ്വേജ് അത്യാവശ്യം അറിഞ്ഞിരിക്കണം. ഒരു അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം, എബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, അത്യാവശ്യം അതിന് മറുപടി പറയാൻ പറ്റണം. അത്രേ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ ഹിന്ദി ലാംഗ്വേജിലും വേണം. അത്രേ ഉള്ളൂ അതിൽ പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ സാലറി നോക്കുവാണെങ്കിൽ 18,840 ആണ് സാലറി പറയുന്നത്. ഇതുപോലെ നമുക്ക് നോക്കാം, ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 ഇയേഴ്സ് ആണ്. രണ്ടും 28 ഇയേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ OBC-കാർക്ക് 3 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ, SC/ST-കാർക്ക് 5 ഇയേഴ്സ് ഏജ് റിലാക്സേഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോബിനെ പറ്റിയിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ? ഇതൊക്കെയാണ് എഡ്യൂക്കേഷൻ, ക്വാളിഫിക്കേഷൻ. ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മെൻ എന്ന് പറയുന്ന ജോബ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യം പറയാം. സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ കാര്യം, അതായത് റാം സർവീസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. പേഴ്സണൽ ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ തന്നെ, ഒരേ ടൈമിൽ തന്നെ 2 ജോബിലേക്ക് വിളിക്കുന്നുണ്ട്. യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ ജോബിലേക്കും വിളിക്കുന്നുണ്ട്, റാം സർവീസ് എക്സിക്യൂട്ടീവ് ജോബിലേക്കും വിളിക്കുന്നുണ്ട് ഒരേ ദിവസം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്ത് വെച്ചാണ് നടത്തുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് ലോഡ്ജിങ് അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ, റൂം അങ്ങനെയുള്ള എന്തെങ്കിലും അക്കോമഡേഷൻ ഫെസിലിറ്റീസ് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ഇൻട്രസ്റ്റിൽ തന്നെ എടുക്കേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. നല്ല ദൂരമുള്ള, എറണാകുളം അടുത്തുള്ള കാര്യമല്ല പറയുന്നത്, ദൂരത്ത് നിന്ന് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകണം. ഓക്കെ, അതുപോലെ യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവറിനും ട്രേഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂവും ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഇവിടെയും ഡ്രൈവിംഗ് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ട്രേഡ് ടെസ്റ്റും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റും പാസ് ഞാൻ നേരത്തെ തിരിച്ചാണ് പറഞ്ഞു തോന്നുന്നു. നിങ്ങൾ ട്രേഡ് ടെസ്റ്റും ഡ്രൈവിംഗ് ടെസ്റ്റും പാസ്സായവരെയാണ് ഇൻ്റർവ്യൂവിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻ്റർവ്യൂവിലേക്ക് നിങ്ങളെ വിടുന്നത്. ഓക്കെ, ഇനി നോക്കുവാണെങ്കിൽ ഹാൻഡി മാൻ ആൻഡ് ഹാൻഡി വുമൻ്റെ എങ്ങനെയാണ് പ്രൊസീജിയർ, സെലക്ഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അവിടെ ഫിസിക്കൽ എൻഡ്യൂറൻസ് ടെസ്റ്റ് ആണ് നോക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ആണ് നോക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റിൽ നിങ്ങളുടെ ഓട്ടം, അതുപോലെ തന്നെ നിങ്ങൾ എത്ര വെയിറ്റ് എടുക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ നോക്കുന്നത്. അവിടെയും പേഴ്സണൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെയിറ്റ് ലിഫ്റ്റിങ്, റണ്ണിങ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കാര്യം ഇതിൽ ഫിസിക്കൽ ടെസ്റ്റിൽ പാസ്സാവുന്നവരെയാണ് ഇൻ്റർവ്യൂവിലേക്ക് വിടുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവനവൻ്റെ ഓൺ അറേഞ്ച്മെൻറ്റ് ഓഫ് ലോഡ്ജിങ് ആണ് അവർ പറയുന്നത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റേ ചെയ്യണം എന്നുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ സ്വന്തം അറേഞ്ച്മെൻറ്റ് തന്നെ ചെയ്തോളുക എന്നുള്ളത് അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. അതായത് റാം സർവീസ് എക്സിക്യൂട്ടീവ്, യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർക്ക്
5/10/2024 ഈ ഒരു ദിവസം നിങ്ങൾ ഡയറക്റ്റ് വാക്കിൻ ഇൻ്റർവ്യൂവിന് ചെന്നാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ആപ്ലിക്കേഷൻ ഫോമും അവർ തരുന്നുണ്ട്. ആ ആപ്ലിക്കേഷൻ ഫോമും ചെറിയൊരു ആപ്ലിക്കേഷൻ ഫീസും പറയുന്നുണ്ട്. അപ്പോൾ അത് അടച്ചതിന് ശേഷം നിങ്ങൾ അതും കൊണ്ട് ഡയറക്റ്റ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി ആയിട്ട് ചെന്നാൽ മതി. ഒറിജിനൽ ആരും കൊടുക്കരുത്. കാരണം അവർ അതിന് എന്താ ഈ ഒരു ക്ലാരിറ്റിയും പറയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല. നിങ്ങളുടെ കോപ്പി മാത്രമാണ് അവർ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി. അപ്പോൾ 5-ാം തീയതി ഒക്ടോബർ 5-ന് 9-നും 12-നും ഇടയ്ക്ക് നിങ്ങൾ വാക്കിൻ ഇൻ്റർവ്യൂവിന് ചെല്ലുക. വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ സ്ഥലം അവർ പറഞ്ഞിട്ടുണ്ട്. വെന്യൂ ശ്രീ ജഗന്നാഥ് ഓഡിറ്റോറിയം നിയർ വെങ്ങൂർ, ദുർഗാദേവി ടെമ്പിൾ വെങ്ങൂർ, അതുപോലെ അങ്കമാലി, എറണാകുളം. ഇതാണ് സ്ഥലം. ഈ 2 എക്സാമും അല്ലെങ്കിൽ ഈ ഒരു 3 പോസ്റ്റും നടക്കുന്നത് സെയിം വെന്യൂ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് മാറിപ്പോകരുത്. ഹാൻഡി മെൻ ആൻഡ് ഹാൻഡി വുമൺ നടക്കുന്നത് 7/10/2024, അതായത് ഒക്ടോബർ 7-നാണ് നടക്കുന്നത്. 9 മണിക്കും 12 മണിക്കും ഇടയ്ക്ക് നിങ്ങൾ ചെന്നാൽ മതി. വേക്കൻസീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 201 വേക്കൻസീസ് ഹാൻഡി മെൻ ആൻഡ് ഹാൻഡി വുമണ് വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 5-ാം തീയതി നിങ്ങൾ ചെല്ലേണ്ടത് റാം സർവീസ് എക്സിക്യൂട്ടീവ്, അതുപോലെ യൂട്ടിലിറ്റി ഏജന്റ് കം റാം ഡ്രൈവർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹാൻഡി മെൻ ആൻഡ് ഹാൻഡി വുമൺ പോസ്റ്റിലേക്ക് വേണ്ടി ചെല്ലുന്നവർ 7-ാം തീയതിയാണ് ചെല്ലേണ്ടത്. മാറിപ്പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ടൈമിലായിരിക്കും ഇൻ്റർവ്യൂസൊക്കെ നടത്തുന്നത്. നിങ്ങൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ഇൻ്റർവ്യൂസ് നടത്തുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിന് നിങ്ങൾ പതറാതെ ഇരിക്കണമെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾ പോവുക. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കൻസ് നിങ്ങൾ ഡയറക്റ്റ് ആ പറയുന്ന ടൈമിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ചെന്നാൽ മതി. നിങ്ങളുടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡിപ്ലോമ ഉള്ളവരാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൊണ്ടുപോവുക. അതുപോലെ ഫോട്ടോസ് കരുതിയേക്കുക. ഒറിജിനൽ ഡോക്യുമെൻസിൻ്റെ നിങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ ഡോക്യുമെൻസിൻ്റെ ID കാർഡിൻ്റെ ആ ഫോട്ടോസൊക്കെ കോപ്പീസ് കൊണ്ടുപോവുക കൂടെ. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് ഫീസ് വരുന്നുണ്ട്. ഫീസ് നോൺ റീഫണ്ടബിൾ ഫീസാണ് കേട്ടോ. നോൺ റീഫണ്ടബിൾ ഫീസായിട്ടുള്ള 500 രൂപ പറയുന്നുണ്ട്. അത് ജനറൽ കാറ്റഗറിക്കാണ് ഇത് അടയ്ക്കേണ്ടത്. പിന്നെ എക്സ് സർവീസ് മാനും അതുപോലെ SC STക്കും ഇതിൽ ഫീസൊന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങളൊരു DD ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ട എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ DD എടുത്ത് വേണം നിങ്ങൾ ഫീസ് അടയ്ക്കാനായിട്ട്. അതായത് നിങ്ങൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ DD എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നിങ്ങൾ ബാങ്കിൽ ചെല്ലുക. ബാങ്കിൽ ചെന്നിട്ട് DD വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെ DD എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ DDയുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നെയിമും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവർ വയ്ക്കേണ്ടത് എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇതുപോലെ തന്നെ വയ്ക്കുക. ഓക്കെ, ഇതേ ഈ എഴുതിയിരിക്കുന്ന സെയിം രീതിയിൽ തന്നെ വയ്ക്കുക. എയർപോർട്ട് സർവീസ് ലിമിറ്റഡ് എന്ന് ഫേവറിൽ വയ്ക്കുക. അതുപോലെ തന്നെ പേയബിൾ അറ്റ് മുംബൈ എന്ന് കൊടുക്കുക. ഇത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. DD എടുക്കുന്ന സമയത്ത് പേയബിൾ അറ്റ് മുംബൈ, നമ്മൾ നോർമലി ചെല്ലാനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ ബാങ്കിൽ പോയിട്ട് DD എടുക്കുക. ഓക്കെ, DD എടുക്കുന്ന എങ്ങനെയാണെന്ന് അവരുടെ അടുത്ത് ഹെൽത്ത് സെൻറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ വെക്കേണ്ടത് ഫേവർ ഓഫ് എയർപോർട്ട് സർവീസ് ലിമിറ്റഡ്, അതുപോലെ തന്നെ പേയബിൾ അറ്റ് മുംബൈ എന്നുള്ള കാര്യം നിങ്ങൾ അതിൽ കറക്റ്റായിട്ട് വെക്കുക. അതുപോലെ തന്നെ ഈ DDയുടെ ഫ്രണ്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ഫീസ് 500 രൂപ അതിനകത്ത് എഴുതാൻ കാണാം, അതും കാണും. ഇതിൻ്റെ ബാക്ക് ബ്ലാങ്ക് ആയിരിക്കും. ആ ബാക്ക് സൈഡിൽ നിങ്ങളുടെ നെയിം പേരും അതുപോലെ തന്നെ ഫോൺ നമ്പറും വെക്കണം കേട്ടോ. മൊബൈൽ ഫോൺ നമ്പറും പേരും വെക്കണം. ദ നെയിം ആൻഡ് മൊബൈൽ നമ്പർ അതിൻ്റെ ബാക്ക് സൈഡിൽ, ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾ വച്ചിരിക്കണം. കാരണം അവർക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചാൽ മാത്രമേ നിങ്ങൾ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോമും കൂടി ഉണ്ട്. ആ ആപ്ലിക്കേഷൻ്റെ ഫോമിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടി നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫോം. നല്ലൊരു A4 പേപ്പറിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോവുക, ഫില്ല് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ,
ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് ഫ്രണ്ടിൽ വരുന്നത്. ആദ്യം കാണുന്നത് ഓഫീസ് യൂസ് ആണ്. ഇത് നിങ്ങളൊന്നും ജസ്റ്റ് ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതൊക്കെ ഓഫീസ് യൂസ് ആണ്. ഇനി ഇവിടെ വരുമ്പോൾ ഫോർമാറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്, അത് ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മെൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ നിങ്ങൾ അത് എഴുതുക. നിങ്ങൾക്ക് ഏത് പൊസിഷനിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് വയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഫോട്ടോ ഇതിനകത്ത് പേസ്റ്റ് ചെയ്യുക. ആൻഡ് ഈ ഫോട്ടോയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ ക്രോസ് ആയിട്ട് ഈ ഒരു പേജിനും ഫോട്ടോയ്ക്കും ക്രോസ് ആയിട്ട് നിങ്ങളൊരു സിഗ്നേച്ചറും കൂടി ഇട്ടേക്കുക. അത് ആവശ്യമുള്ള കാര്യമാണ്. അതുപോലെ നോക്കുവാണെങ്കിൽ ഓക്കെ, അതുപോലെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, സർനെയിം ഒക്കെ എഴുതാൻ പറയുന്നുണ്ട്. അച്ഛൻ്റെ പേര് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റ് ആൻഡ് പ്ലേസ്, നിങ്ങൾ ജനിച്ച സ്റ്റേറ്റും പ്ലേസും ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ്, കറസ്പോണ്ടൻസ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. പിൻകോഡ്, സ്റ്റേറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ ഫില്ല് ചെയ്യുക, ഇമെയിൽ ID ഫില്ല് ചെയ്യുക. ഇത് മാൻഡേറ്ററി ആയിട്ടാണ്. അതുപോലെ തന്നെ മെയിൽ, ജെൻഡർ ചോദിക്കുന്നുണ്ട്. മെയിൽ ഓർ ഫീമെയിൽ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചോദിക്കുന്നുണ്ട് വെദർ ത്രൂ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് യെസ് ചെയ്യുക. അത് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കും. അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയാണ് ടിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിച്ചോളുക. അതുപോലെ പിന്നെ പറയാനുള്ളത് നിങ്ങളുടെ നാഷണാലിറ്റി, റിലീജിയൻ, മദർ ടങ്, പാൻ നമ്പർ, ആധാർ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ SC/ST ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. SC/ST ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ മുന്നേ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്ടോബർ 1 മുന്നേ തന്നെ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അപ്പോൾ നിങ്ങൾ അതുമായിട്ട് വേണം പോകാൻ വേണ്ടി, അതിൻ്റെ കോപ്പി ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. OBC ആണ് എന്നുണ്ടെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, അതുപോലെ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്സ് സർവീസ് മെൻ ആണോ അല്ലയോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സ് സർവീസ് മെൻ ആണെങ്കിൽ യെസ് കൊടുക്കുക, നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ വെദർ ഫ്രം പോലീസ് സർവീസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, വെദർ ഫ്രം പോലീസ് സർവീസ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. അതുപോലെ വെദർ വർക്കിംഗ് ഇൻ എനി ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ആണോ പബ്ലിക് സെക്ടർ ആണോ എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. 10th ഗ്രേഡ് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്, നിങ്ങൾ ഏത് വർഷമാണ് പാസ്സായിട്ടുള്ളത്, ഡ്യൂറേഷൻ എത്രയായിരുന്നു, നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടി എന്നുള്ളത്. നിങ്ങൾക്ക് SSLCയിൽ ഫുൾ A+ അല്ലെങ്കിൽ 9A+, 8A+ എന്നൊക്കെ ഉള്ളത് ഈക്വൽ ടു പെർസെൻറ്റേജിലാക്കി വേണ്ടിയിട്ട് നമുക്കിപ്പോൾ സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നിങ്ങളുടെ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്തിട്ട്, നിങ്ങളുടെ ആ മാർക്ക് പെർസെൻറ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്യുക. അതുപോലെ 12th ഗ്രേഡിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 12th ഗ്രേഡ് ഉള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക. ഡിപ്ലോമ കോഴ്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കുന്നത്, ഏത് ഡിപ്ലോമ കോഴ്സാണ് പഠിക്കുന്നതെന്ന് ചോദിച്ച്, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കുക. അതുപോലെ ഡേറ്റ്, മന്ത്, ഡ്യൂറേഷൻ, പെർസെൻറ്റേജ് മാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. നിങ്ങൾ ഡിപ്ലോമ കോഴ്സ് ഉണ്ടെങ്കിൽ ഡിപ്ലോമ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അതുപോലെ NCT VT കോഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഗ്രാജുവേറ്റ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഫ്ലുവൻസി ഇൻ ലാംഗ്വേജിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. മാർക്ക് എക്സ് ഇൻ അപ്രോപ്രിയേറ്റ് കോളം എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഫ്ലുവൻസി ഏതിലൊക്കെ ഉണ്ടോ അതിൽ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാം, വായിക്കാൻ അറിയാമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആൻഡ് സംസാരിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുക. എഴുതാൻ അറിയാം എന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യുക. ഹിന്ദി നിങ്ങൾക്ക് വായിക്കാൻ അറിയാം, മാർക്ക് ചെയ്യുക. അതുപോലെ എഴുതാൻ അറിയാം, മാർക്ക് ചെയ്യുക. സംസാരിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമെങ്കിൽ സംസാരിക്കാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നിങ്ങൾ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ അതിൻ്റെ ഒരു ബേസ് നിങ്ങൾക്ക് അത്യാവശ്യം സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറിയാൽ മതി. അത്യാവശ്യം നിങ്ങൾ 10th പഠിച്ച ആ ഒരു ഹിന്ദിയിൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ 10th ക്ലാസ്സിലൊക്കെ തള്ളി വെച്ചിരിക്കുന്നത് അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ലോക്കൽ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, മദർ ടങ് കാര്യങ്ങൾ അറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം ഹാൻഡി മാനും ഹാൻഡി വുമൺ. അതുകൊണ്ട് അത് നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് മലയാളം അറിയാം എന്നുണ്ടെങ്കിൽ ഫുള്ള് ക്രോസ് ചെയ്യുക. അതുപോലെ മദർ ടങ്ങിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതിയിട്ട് വേണം പോകാൻ. ഓക്കെ, അല്ലെങ്കിൽ ഫില്ല് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, പിന്നെ പറയാനാണെങ്കിൽ
ലാംഗ്വേജ് കോഴ്സ് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടി കൊണ്ടുവരാൻ അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, വർക്ക് എക്സ്പീരിയൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, ഏത് പോസ്റ്റിലാണ് എന്നുള്ള കാര്യങ്ങൾ, ഏത് ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, എന്ത് പോസ്റ്റാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഏത് ടൈമിലാണ് ചെയ്തിട്ടുള്ളത്, എത്ര വർഷത്തെ എക്സ്പീരിയൻസ്, നേച്ചർ ഓഫ് ദ ജോബ്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പല പല ജോബിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുപോകാം. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോവുക. അതുപോലെ എന്തെങ്കിലും പോലീസ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് ചെയ്യുക. അതുപോലെ നിങ്ങൾ എപ്പോഴെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളതൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ഡ്രൈവിംഗ് ലൈസൻസ് ആണുള്ളത്? ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ആണ് 3 എണ്ണത്തിന് വേണ്ട. അപ്പോൾ നിങ്ങൾ ഹെവി മോട്ടോർ ലൈസൻസ് ഉണ്ടെങ്കിലും ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ ലൈസൻസ് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, അതുപോലെ എത്ര വർഷം വരെ വാലിഡിറ്റി ഉണ്ട്, കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് പോവുക. അതുപോലെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഏത് ബാങ്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, അതുപോലെ ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്ടോബർ 1 ആ ഒരു ഡേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുന്നേ അല്ലെങ്കിൽ ഒക്ടോബർ 1 നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അത് വേണം. ഓക്കെ, ആ ഒരു ടൈം അവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് ഓൾ ഇന്ത്യ എയർപോർട്ട് സർവീസിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ഡിക്ലറേഷൻ ആണ്. ഡിക്ലറേഷൻ പ്ലേസും ഡേറ്റും വെച്ച് നിങ്ങളുടെ സിഗ്നേച്ചറും കൂടി ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവും. ഇത്രയും കാര്യങ്ങളാണ് വരേണ്ടത്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ കൂടെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുക. ഓക്കെ, ആപ്ലിക്കേഷൻ ഫീ ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ളത് ടിക്ക് ചെയ്യുക. അതിന് കൂടെ നിങ്ങൾക്ക് ആ ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കോപ്പി കൊണ്ടുപോവുക. അതുപോലെ സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക. SLC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. +2 സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റ്, സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് ഷീറ്റ്, അങ്ങനെ 4th ഇയറിൻ്റെ വരെ മാർക്ക് ഷീറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ടിക്ക് ചെയ്യുക. അതുപോലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ് ആണോ, പാൻ കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഏതൊക്കെയാണോ സബ്മിറ്റ് ചെയ്യുന്നത് അതെല്ലാം ഇവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് വയ്ക്കാവുന്നതാണ്. OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് ഇതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു അറിയാവുന്ന ആരെങ്കിലും വില്ലേജ് ഓഫീസിലുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് കുറച്ച് നേരത്തെ ആക്കി തരണം, ഇങ്ങനൊരു ജോബ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ OBC നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതാണ് OBC സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ്. നമ്മൾ SSCക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ CGLൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ഒരു ഫോമാറ്റ് വരും. ഓരോ എക്സാമിനും അതിൻ്റേതായ ഫോമാറ്റാണ് വയ്ക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, നിങ്ങൾ ഇതാണ് ഫോർമാറ്റ് വരുന്നത്. ഈ സാധനം നിങ്ങൾ കോപ്പി എടുത്ത് കൊണ്ടുപോകണം. ഓക്കെ, നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് OBC സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡിമാൻഡ് ഡ്രാഫ്റ്റിൻ്റെ കോപ്പി ആയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒക്ടോബർ 1 പോവേണ്ടത്, ഒക്ടോബർ 5 പോവേണ്ടത്. ഒക്ടോബർ 5 ആദ്യത്തെ 2 പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്നവർ ഒക്ടോബർ 5 അതുപോലെ ഹാൻഡിമാൻ ആൻഡ് ഹാൻഡി വുമൺ പോസ്റ്റിലേക്ക് പോകുന്നവർ ഒക്ടോബർ 7 ആണ് പോവേണ്ടത്. ആ ഒരു ടൈമിൽ വാക്കിൻ ഇൻ്റർവ്യൂവിന് ചെന്നാൽ മതി. നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഹാൻഡി വുമൺ ആൻഡ് ഹാൻഡി മെൻ ആണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ കോൺടാക്ട് ചെയ്യും അവർ. അതുപോലെ തന്നെ ബാക്കി 2 പോസ്റ്റിന് ഡ്രൈവിംഗ് ടെസ്റ്റ്, ട്രൈ ടെസ്റ്റ് ആയിരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് ഹെവി മോട്ടോർ വെഹിക്കിളിൻ്റെ ലൈസൻസ് ആയിട്ട് ചെല്ലുക. നിങ്ങൾക്ക് ആ ടെസ്റ്റ് പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങളെ ഇൻ്റർവ്യൂവിലേക്ക് ക്ഷണിക്കുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു വേക്കൻസീസ്, ഈ ഒരു 208 വേക്കൻസീസ് ഉണ്ട്. ആ വേക്കൻസീസ് ഫില്ലാവുന്നത് വരെയുള്ള ലിസ്റ്റായിരിക്കും അവരിടുന്നത്. അതിനുശേഷം എലിജിബിൾ ആയിട്ടുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടുന്നതായിരിക്കും. ഇഫ് വേക്കൻസീസ് വരുമ്പം അവർ പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് അവരെ ക്ഷണിക്കുന്നതായിരിക്കും. അത് ഈ നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടതിന് ശേഷം ക്ഷണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓൾ ഇന്ത്യ എയർപോർട്ട് റിക്രൂട്ട്മെൻറ്റ് 2024 പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് എക്സാം ഒന്നും എഴുതണം, നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോബ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത്യാവശ്യം നല്ല ജോബാണ്.
അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ സാഹചര്യത്തിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 25K സാലറിയിൽ നല്ലൊരു ജോബാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അത് എയർപോർട്ടിൽ. പിന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റിലെ എക്സാംസ് ഒക്കെ എപ്പോഴാണ് ഏതാണ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും വാങ്ങാം. 3 ഇയർ കോൺട്രാക്റ്റ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യവും പറയാൻ പറ്റുന്നതായിരിക്കും. അവിടുത്തെ ഇപ്പോൾ ഓൾ ഇന്ത്യ എയർപോർട്ട് അതോറിറ്റി എക്സാംസ് നടത്തുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം വേസ്റ്റ് ആണോ അല്ലെങ്കിൽ ഇത് എന്താ വേസ്റ്റ് ഓഫ് ടൈം ആണ് ഈ ജോബ്, അങ്ങനെ ഒന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല. നല്ലൊരു ജോബാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നിങ്ങളുടെ പേരൻസിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾ വിളിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഈ എയർപോർട്ടിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയുള്ള ജോബ് ചെയ്യുന്ന ആൾക്കാരെ. അപ്പോൾ അവർ റിക്രൂട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ആ ജോബിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജോബിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ സാലറീസും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. താങ്ക് യു.